ഹേ ആസ്പിറൻസ്, എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന കണക്ട് വാക്ക് അല്ലെങ്കിൽ പ്രജുല എന്ന് പറയുന്ന സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനുള്ള പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ കണക്ട് വാക്ക് സ്കോളർഷിപ്പ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന employment.kerala എന്ന് പറയുന്ന സൈറ്റ് ഓപ്പൺ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അതിൽ നമുക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ആവശ്യം എന്നുള്ള ഒരു ലിസ്റ്റ് കൊടുത്തിരിക്കും. അതെല്ലാവരും ഒന്ന് വായിക്കുക. അഡ്രസ് പ്രൂഫായിട്ട് നമുക്ക് നമ്മുടെ ആധാർ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡേറ്റ് പ്രൂഫ് അല്ലെങ്കിൽ ഏജ് പ്രൂഫിനായിട്ട് നമുക്ക് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റും കമ്പൽസറി ആയിട്ട് വേണം. സർട്ടിഫിക്കറ്റ് എടുക്കാത്തവർ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ പോർട്ടൽ വഴി നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റോ മറ്റേത് സർട്ടിഫിക്കറ്റിൻ്റെ സർവീസസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ അടുത്തത് നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാണോ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്ലിപ്പ്, അത് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീസെൻ്റായിട്ട് ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അത് നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു റെസിപ്റ്റ് കാണുമല്ലോ, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ സ്ലിപ്പ് കാണുമല്ലോ, അത് ഏതെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള ആ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഒരു സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അത് നമുക്ക് വ്യൂ ആൻഡ് ഡൗൺലോഡ് ഫോം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഓപ്പണായി വരും. അത് നമ്മൾ ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇനി ഏതെങ്കിലും സ്കിൽ കോഴ്സ് പഠിക്കുന്നവരാണെങ്കിൽ ഈ അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കാണ് അത് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതുപോലെ ഏതെങ്കിലും സ്കിൽ കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു ഓതൻറ്റിക്കേഷൻ ലെറ്റർ ഉണ്ട്, അത് നമ്മളിതുപോലെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡിനെ കൊണ്ട് ഫില്ല് ചെയ്ത് വാങ്ങാം. പിന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറുമാണ് ആവശ്യം. അതിനുശേഷം നമ്മുടെ താഴെ ഐ കൺഫേം ദാറ്റ് ഐ പോസസ് ഓൾ ദ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളൊരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. നമ്മൾ പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലൊരു പേജ് ഓപ്പണായി വരും. നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേനയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓൾറെഡി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നമുക്ക് രജിസ്റ്റർ ചെയ്തൊരു വ്യക്തിക്കാണെങ്കിൽ നമുക്ക് അതിലൊരു രജിസ്ട്രേഷൻ നമ്പറുണ്ട്. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ചെക്ക് രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഫൈലിൽ കയറാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയി രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പ്രൊസീഡ് ആസ് എ ന്യൂ ആപ്ലിക്കൻ്റ് എന്ന രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് ചെക്ക് രജിസ്ട്രേഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് ഇതുപോലൊരു പേജ് ഓപ്പണായി വരും. അത് ഈസി ആയിട്ട് ഫില്ല് ചെയ്യുന്നതാണ്, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമ്മുടെ പേരും ഗാർഡിയൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇമെയിൽ, ഫോൺ നമ്പർ, നമ്മുടെ ആധാർ നമ്പർ, ഇത്രയും നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ക്വാളിഫിക്കേഷൻസ് എൻട്രി ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണോ അത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഏത് സ്കോളർഷിപ്പിനാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ആരോ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഇതുപോലെ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. സ്കിൽ ട്രെയിനിങ് ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. സ്കിൽ കോഴ്സ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡിൻ്റെയിൽ നിന്നും നേരത്തെ ആ ഒരു ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ലപ്പ് ചെയ്ത് വാങ്ങുക. ഇനി കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലത്തുള്ള ലെറ്റർ പാഡൊന്നും വേണ്ട. നമ്മൾ റീസെൻ്റായിട്ട് അപ്ലൈ ചെയ്ത എക്സാംസ് അല്ലെങ്കിൽ നമ്മൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിനെ അപ്ലൈ ചെയ്ത ആ ഒരു സ്ലിപ്പോ പ്രിൻ്റ് ഔട്ടോ സബ്മിറ്റ് ചെയ്യേണ്ടി വരത്തേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കുക, ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക. താഴെ കാണുന്ന ചെക്ക് ബോക്സ് എനേബിൾ ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ അപ്ലോഡ് ചെയ്യാനുള്ളൊരു പേജാണ് ഓപ്പണായി വരുന്നത്. ഞാൻ ഓൾറെഡി എല്ലാം രജിസ്റ്റർ ചെയ്തതുകൊണ്ട് എനിക്കിനി ആ ഒരു പേജ് വരത്തില്ല. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം, നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ ഈ ഒരു പേജിൽ അപ്ലോഡ് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം PDF ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ PDFൻ്റെ സൈസ് 100 KB താഴെ ആയിരിക്കണം. പിന്നെ ഫോട്ടോയും നമ്മുടെ സിഗ്നേച്ചറും JPG ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുക. നമ്മുടെ അഡ്രസ് പ്രൂഫായിട്ട് നമ്മുടെ ആധാറും ഏജ് പ്രൂഫായിട്ട് നമ്മുടെ SSLC നമുക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ചോദിക്കും, അത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഇൻകം സർട്ടിഫിക്കറ്റ് 1 ഇയർ വാലിഡിറ്റിയാണ് സാധാരണ ഉള്ളത്, അതാണോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അതിനുശേഷം നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അങ്ങനെ രണ്ടും ചോദിക്കും. നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ് ചൂസ് ചെയ്തതെങ്കിൽ നമുക്ക് ഓതൻറ്റിക്കേഷൻ ലെറ്റർ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊന്നും കാണിക്കത്തില്ല. പിന്നെ നമ്മളൊരു സെൽഫ് ഡിക്ലറേഷൻ ഫോം നമ്മൾ അതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. പിന്നെ സെൽഫ് ഡിക്ലറേഷൻ ഫോമിൽ ചോദിക്കുന്നുണ്ട് നമ്മൾ ഏത് എക്സാമിനാണ്, ഏത് തസ്തികയിലോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തത്, ഏത് ഡേറ്റിലാണ് അപ്ലൈ ചെയ്തതെന്നൊക്കെ സ്പെസിഫൈ ചെയ്ത് അതിൽ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ
അക്നോളജ്മെൻറ്റ് സ്ലിപ്പായിട്ട് നമ്മൾ ആ ഒരു എക്സാമിൻ്റെ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ലിപ്പോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സോ ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ PSC ആണെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ PSC ആണ് അപ്ലോഡ് ചെയ്തതെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നമ്മുടെ മൈ ആപ്ലിക്കേഷൻസ് എടുത്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ PDF ആയിട്ട് നമുക്ക് ആ ഒരു സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഫോട്ടോയും നമ്മുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. ഈ ഡേറ്റാസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പേജ് വരും. അതിനുശേഷം അതിൻ്റെ താഴെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിലും കാണാനുള്ള ഓപ്ഷനുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു ചെക്ക് ബോക്സ് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത്ര ആയപ്പോഴത്തേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാം. ട്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്ന് സെർച്ച് ചെയ്യുക. എംപ്ലോയ്മെൻറ്റ് കേരള എന്നുള്ള സൈറ്റിൽ കയറുക. അപ്പോൾ വരുന്ന പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ടുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചീഫ് മിനിസ്റ്റർ കണക്ട് വർക്ക് സ്കീം എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ നോ യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെക്ക് സ്റ്റാറ്റസ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യം കൂടി പറയാം. നമുക്കിതിൻ്റെ എലിജിബിലിറ്റി 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ആനുവൽ ഫാമിലി ഇൻകം 1 ലക്ഷത്തിന് താഴെ ആയിരിക്കണം. അതുപോലെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കിൽ കോഴ്സ് ചെയ്യുന്ന ഒരാളോ ആയിരിക്കണം. ഇനി നമ്മുടെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പിൻ്റെ ഒരു ഫോമാറ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആക്ച്വലി PSCയും SSCയും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ PSCയുടെ പ്രൊഫൈലിൽ കയറിയിട്ട് മൈ ആപ്ലിക്കേഷൻസ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻസിൻ്റെ സൈഡിലായിട്ട് ഒരു PDF, നമ്മൾ കൊടുത്ത എക്സാംസിൻ്റെ എല്ലാത്തിൻ്റെയും സൈഡിൽ ഓരോരോ PDF കാണാം. നമുക്ക് ആവശ്യമുള്ള PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും അത് കാണുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്നൊന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. എന്തായാലും എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.